ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി ഒരു ഹെയർ കെയർ ടിപ്പാണ്. ഈ ടിപ്പ് നമ്മുടെ വീട്ടിലുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആയ മുരിങ്ങയില വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ കിളിർത്ത് വന്നേക്കണ മുരിങ്ങയിലയാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇത് മൂത്ത മുരിങ്ങയിലല്ല നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്, ചെറിയ മുരിങ്ങയിലയാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചേക്കുന്നത്. ഇത് നമുക്കൊരു 3-4 തണ്ട് ആവശ്യമുണ്ട്. പിന്നെ ഈ മുരിങ്ങയിലയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിലുള്ള താരനൊക്കെ ഒരുവിധം അകറ്റാനായിട്ട് ഈ മുരിങ്ങയില നമ്മളെ സഹായിക്കും. അതുകൂടാതെ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് വളരാനായിട്ടും സഹായിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്തെടുക്കണമെന്ന് നോക്കാം. നമ്മുടെ മുരിങ്ങയില നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് നമ്മൾ രണ്ടായിട്ടൊക്കെ പൊട്ടിച്ച് ചെറിയ ചെറിയ പീസായിട്ട് ഇല മാത്രം നമ്മൾ കിള്ളിയിടുക. അപ്പോൾ നമ്മുടെ ഇലയൊക്കെ നമ്മൾ കിള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെയൊക്കെ വീടുകളിൽ സുലഭമായ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ആ ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ തലമുടിയിലുള്ള താരനൊക്കെ കളയാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അതിനുവേണ്ടി ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലേക്ക് 1 ടീസ്പൂണോളം ഉലുവയാണ് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. ആ ഉലുവയിലേക്ക് നമ്മളൊരു 3 ടീസ്പൂണോളം കഞ്ഞിവെള്ളം, അതായത് നല്ല കുറുകിയ നല്ല കഞ്ഞിവെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതൊരു 10-20 മിനിറ്റ് നമ്മളത് കുതിരാനായിട്ട് എടുത്ത് വെക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കിള്ളി വെച്ചേക്കണം നമ്മുടെ മുരിങ്ങയില ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്കിനി വേണ്ടത് 1 ടീസ്പൂണോളം നാരങ്ങ നീരാണ്. നാരങ്ങ നീര് ചിലവരുടെ തലയിൽ അലർജി ഉണ്ടാക്കും. അപ്പോൾ നാരങ്ങ നീര് നിങ്ങൾ എന്താ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യാതിരിക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം നമ്മുടെ റോസ് വാട്ടറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതും കൂടി വെച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ ഒരുവിധം നമ്മൾ പേസ്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഉലുവ കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് നമ്മൾ പേസ്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നല്ലൊരു ശുദ്ധമായ ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ടിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ കുളിക്കണേക്ക് ഒരു അരമണിക്കൂർ മുൻപെങ്കിലും നമ്മുടെ തലയോട്ടിയിലാണ് നമ്മൾ തേച്ച് പിടിപ്പിക്കേണ്ടത്. അത് നന്നായിട്ട് നമ്മുടെ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിക്കാനായിട്ട് നോക്കാം. പിന്നെ തുമ്മലും ജലദോഷം അങ്ങനെ അസുഖങ്ങളുള്ളവരൊന്നും ഇതിങ്ങനെ തലയിൽ തേച്ച് പിടിപ്പിക്കാതിരിക്കുക. അലർജി ഉള്ളവരുണ്ടെങ്കിൽ ഇത് പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കാം. ഇത് നമ്മുടെ തലയോട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. കാരണം തലയോട്ടിയിൽ നമ്മുടെ ഉലുവയും നാരങ്ങാനീരൊക്കെ നന്നായിട്ട് തലമുടിയിൽ ഒട്ടിപ്പിടിച്ചാൽ മാത്രമേ നമ്മുടെ താരനൊക്കെ ഒരുവിധം ഇല്ലാതാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.